ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോളിഗൺസ് എന്ന ചാപ്റ്ററിലെ ഒരു ആശയമാണ് ഡിസ്കസ് ചെയ്യുന്നത്. സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ പോളിഗൺ. സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ പോളിഗൺ എന്ന് പറയുന്ന ആശയമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു പോളിഗണിൻ്റെ എല്ലാ ആംഗിൾസിൻ്റെയും കൂടി സം എങ്ങനെ കണ്ടുപിടിക്കുമെന്നുള്ള ഒരു ചെറിയ സിമ്പിളായിട്ടുള്ള ആശയമാണ്. വി നോ ദാറ്റ് സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180 degree. Sum of the angles of a triangle is 180 degree we know. അതായത് മൂന്ന് ആംഗിളിൻ്റെയും കൂടി സം എപ്പോഴും 180 ആയിരിക്കും. നമ്പർ ഓഫ് സൈഡ്സ് 3 ആകുമ്പോൾ 1 ട്രയാങ്കിൾ ആണുള്ളത്. സം ഓഫ് ആംഗിൾസ് 180 ഡിഗ്രി. നൗ if you join one more triangle to this triangle, we get a quadrilateral like this. We get a quadrilateral like this. Four-sided polygon we get. In this quadrilateral, we know that two triangles are here, and the sum of angles of one triangle is 180 degree. Sum of the angles of next triangle is also 180 degree. And we know that the angles of these two triangles together form the angles of the quadrilateral. ഇവിടെ ഈ രണ്ട് ആംഗിളും കൂടി ചേരുമ്പോൾ ക്വാഡ്രിലാറ്ററിൻ്റെ 1 ആംഗിളായി. ഇവിടെ ഈ രണ്ട് ആംഗിളും കൂടി ചേരുമ്പോൾ ഈ ക്വാഡ്രിലാറ്ററിൻ്റെ 1 ആംഗിളായി. ഈ ആംഗിൾ ഓൾറെഡി ക്വാഡ്രിലാറ്ററിൻ്റെ ആംഗിളാണ്. ഈ ആംഗിൾ ഓൾസോ ദി ആംഗിൾ ഓഫ് എ ക്വാഡ്രിലാറ്റർ, ആംഗിൾ ഓഫ് ദിസ് ക്വാഡ്രിലാറ്റർ. സോ സം ഓഫ് ദി ആംഗിൾസ് ഓഫ് ദീസ് ക്വാഡ്രിലാറ്ററൽ ഈസ് സം ഓഫ് ദി ആംഗിൾസ് ഓഫ് these two triangles, that is 2 into 180 we can say. അതായത് ഒരു ക്വാഡ്രിലാറ്ററിൻ്റെ സം ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത് 4 sides ആണ്. 2 triangles ഫോം ചെയ്തു. അതുകൊണ്ട് 2 into 180 degree is the sum of angles of the quadrilateral. Clear ആണല്ലോ? Now if we join one more triangle to this quadrilateral like this, ഇങ്ങനെ ഒരു ട്രയാങ്കിളും കൂടി ആഡ് ചെയ്തു. സോ ദാറ്റ് വി ഗോട്ട് എ പെൻറ്റഗൺ ലൈക്ക് ദിസ്. അല്ലേ, ഇതുപോലെ ഒരു പെൻറ്റഗണായ 5-sided പോളിഗൺ വി ഗോട്ട്. 5 സൈഡ്, ഒരു ട്രയാങ്കിൾ ആഡ് ചെയ്യുമ്പോൾ ഒരു സൈഡ് കൂടും. അതായത് ട്രയാങ്കിളിന് 3 സൈഡ്, ട്രയാങ്കിളിനോട് ട്രയാങ്കിൾ ആഡ് ചെയ്തപ്പോൾ വി ഗെറ്റ് എ ക്വാഡ്രിലാറ്ററൽ 4-sided പോളിഗൺ കിട്ടി. ഇനി 4-sided പോളിഗണിനോട് ഒരു ട്രയാങ്കിൾ കൂടി ആഡ് ചെയ്യുമ്പോൾ എ 5-sided പോളിഗൺ. And sum of angles of this triangle is 180 degree we know. So 3 triangles are here. Sum of angles of this pentagon will be equal to sum of angles of these all triangles. അതായത് ഈ 3 ട്രയാങ്കിൾസിൻ്റെയും കൂടി സം ഓഫ് ആംഗിൾസ് ആയിരിക്കും ഈ പെൻറ്റഗണിൻ്റെ സം ഓഫ് ആംഗിൾസ്. കാരണം ഈ 2 ആംഗിളും കൂടി ചേരുമ്പോൾ ഈ 2 ട്രയാങ്കിളിൻ്റെ ആംഗിളാണ്. പക്ഷേ അറ്റ് ദി സെയിം ടൈം ഇറ്റ് ഈസ് ദി ആംഗിൾ ഓഫ് ദി പെൻറ്റഗൺ. ഇത് പെൻറ്റഗണിൻ്റെ ആംഗിളാണ്. ഈ 3 ആംഗിളും കൂടി ചേരുന്ന പെൻറ്റഗണിൻ്റെ ആംഗിളാണ്. ഈ 2 ആംഗിളും കൂടി ചേരുന്ന പെൻറ്റഗണിൻ്റെ ആംഗിളാണ്. ഈ ആംഗിളും പെൻറ്റഗണിൻ്റെ ആംഗിൾ തന്നെയാണ്. അപ്പോൾ പെൻറ്റഗണിൻ്റെ 5 ആംഗിളും കൂടി ചേരുക എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു സം ഓഫ് ദി ആംഗിൾസ് ഓഫ് ദീസ് 3 triangles. സോ സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ പെൻറ്റഗൺ ഈസ് വി ഗെറ്റ് 3 into 180 degree. 3 into 180 degree എന്ന് പറയുന്നതാണ് പെൻറ്റഗണിൻ്റെ സം ഓഫ് ആംഗിൾസ്. If you join one more triangle to this like this, ഇതുപോലെ ഒരെണ്ണം കൂടി ആഡ് ചെയ്തു. അതിൻ്റെ സം ഓഫ് ആംഗിൾസ് ഓഫ് ദിസ് ട്രയാങ്കിൾ വി നോ ഇറ്റ് ഈസ് 180 degree. Now we got a 6-sided polygon like this. അല്ലേ, 6 sides ഉണ്ട്. 1, 2, 3, 4, 5, 6. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ ഹെക്സഗൺ. അപ്പോൾ ഹെക്സഗണിൻ്റെ സം ഓഫ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ഈ 4 ട്രയാങ്കിൾസിൻ്റെ സം ഓഫ് ആംഗിൾസ് ആയിരിക്കുമല്ലോ. So sum of angles of these 4 triangles together get the sum of angles of this hexagon, and sum of angles of this hexagon will be equal to 4 into 180. That hexagon has 6 sides, so 4 triangles formed. So sum of angles of this hexagon is 4 into 180. Now if we join one more triangles to this hexagon, ഇതുപോലെ ഒരു ട്രയാങ്കിളും കൂടി ജോയിൻ ചെയ്യാം. നമുക്കെന്ത് കിട്ടും? ഒരു 7-sided പോളിഗൺ കിട്ടും. ഹെപ്തഗൺ. ഇൻ എ ഹെപ്തഗൺ, അതായത് ഹെക്സഗണോട് 1 ട്രയാങ്കിളും ജോയിൻ ചെയ്തപ്പോൾ വി ഗെറ്റ് എ ഹെപ്തഗൺ
Sum of angles of a heptagon is equal to 5 into 180. So 5 into 180 is the sum of angles of a heptagon. Now if we join one more triangles to this like this, so we get an 8-sided polygon, and the sum of angles of one triangle 180 degree, and there are how many triangles? 1, 2, 3, 4, 5, 6 triangles. So in an octagon, 8-sided polygon, it is called octagon. In an octagon there are 6 triangles. So sum of angles of these triangles is 6 into 180. That is 8-sided polygon. There are 6 triangles. 8 minus 2, 6. ഇവിടെയൊക്കെ നോക്കിയാൽ 3 minus 2, 1, 4 minus 2, 2, 5 minus 2, 3, 7 minus 2, 5. So 8 minus 2. Number of sides minus 2 triangles together form the polygon. അപ്പോൾ 6 triangles join ചെയ്യുമ്പോൾ 8-sided polygon കിട്ടും. 8-sided polygonന്റെ sum of angles 6 into 180. Again, one more triangle is joined like this. One more triangle is joined like this, and sum of the angles of this triangle is also 180 degree, and we got a 9-sided polygon, and the sum of the angles of this 9-sided polygon or nonagon is how many triangles here? 1, 2, 3, 4, 5, 6, 7 triangles. So 7 into 180 is the sum of the angles. That is 9-sided polygon. 9 minus 2, 7 triangles. So 1 triangle 180 degree, 7 triangles, 7 into 180 degree is the sum of the angles of this nonagon. So can you say what will be the sum of the angles of a polygon having n sides? If we continue like this, if the number of sides here, the number of sides 3, 1 triangle, so sum of angles 180 degree, number of sides 4, 2 triangles, so 2 into 180 degree, sum of number of sides 5, 3 triangles, so 3 into 180, etc. If we continue like this, if number of sides is n is the number of sides, how many triangles formed? N minus 2 triangles will be formed, or n minus 2 triangles together form a polygon of n sides, and the sum of the angles of this polygon will be n minus 2 into 180. So n minus 2 into 180 is the sum of the angles of a polygon having n sides. So n minus 2 into 180 is the sum of the angles of a polygon of n sides. So for any polygon having number of sides is given, then we can easily find out the sum of the angles of this polygon. I hope all you understand this concept. Thank you.